ഒരു പെയിന്റർ ഉദാഹരണം ഒരു പെയിന്റർ എടുക്കുക. താങ്കൾ 1000 രൂപ സാലറി മേടിക്കുന്നു. വീട്ടിൽ പോകുന്ന സമയത്ത് 50 രൂപ പോലും ഇല്ലാതെയാണ് വീട്ടിൽ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1000 രൂപയും നമ്മൾ ഈ സമൂഹത്തിൽ ചെലവാക്കിയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് GSTയുടെ കണക്കനുസരിച്ച് 18% GST അടങ്ങുന്ന സാധനങ്ങൾ മേടിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. 1000 രൂപ ചെലവാക്കുന്ന ഒരു വ്യക്തി കേരള ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും കൊടുക്കുന്നത് മിനിമം 150 രൂപയാണ് ഒരു ദിവസം. ഒരു പെയിന്റർ ആണെങ്കിലും ആരാണെങ്കിലും ഒരു മാസം 20 ദിവസം പണിയെടുക്കാതെ ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയില്ല. അപ്പോൾ 20 ഗുണം 180 എത്ര രൂപയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. ഒരു വ്യക്തിയുടെ ടാക്സ് പറയുകയാണ്. ഈ വ്യക്തി ഒരു 30 വർഷക്കാലം കഠിനാധ്വാനം ചെയ്യാതെ ഈ ഭൂമുഖത്ത് നിന്നും മാറാൻ കഴിയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വീട്ടിൽ തന്റെ പിതാവ്, മാതാവ്, വൈഫ്, മക്കൾ ഏകദേശം 4 പേരാണ് പണിയെടുക്കുന്നത്. അപ്പൊ ഒരു മാസം എത്ര 1000 രൂപ ടാക്സ് കൊടുക്കുന്നു, ഒരു വർഷം എത്ര കൊടുക്കുന്നു, ഒരു 30 വർഷം എത്ര രൂപ കൊടുക്കുന്നു? ഏകദേശം ഒരു 36 ലക്ഷം രൂപയാണ് എന്റെ കാൽക്കുലേഷൻ വന്നിരിക്കുന്ന ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ടാക്സ് പണം മേടിച്ചിട്ടാണ് 4 ലക്ഷം രൂപ വീട് വെക്കാൻ കൊടുത്തിട്ട് പറയുന്നു ഫ്രീ ലോൺ എന്ന് പറയുക. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾ പറയുക ഇത് ഫ്രീ ലോൺ ആണോ അല്ലെ നിങ്ങൾക്ക് അർഹതപ്പെട്ട പൈസയാണോ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു വ്യക്തി ചെറിയ ചീത്തയും പിടിച്ചിട്ട് പറഞ്ഞു അവന്റെ അച്ഛന്റെ വകയല്ല ഇത്. അവൻ അറിയില്ലായിരുന്നു അതുവരെ. അതായത് ഞങ്ങൾ കൊടുക്കുന്ന ടാക്സിൽ 1% പോലും തരുന്നില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ആൾക്കിടയിൽ ബോധവൽക്കരണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് SC/STയിൽ 10% സമ്മർദ്ദം പറഞ്ഞാൽ പോലും 5% പോലും കിട്ടുന്നില്ല. 95% ആൾക്കാർ കൂലിപ്പണിക്കാരാണ്. ഒരു വാക്കുകൂടെ ഇതുമായി ചേർത്തിച്ച് പറയാം, ഈ മക്കളെ ഇവരെന്തുമാത്രം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കും. നാളെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചിട്ട് ഒരു +2 പാസ്സായിട്ട് ഒരു BA പാസ്സായിട്ട് ഒരു MA പാസ്സായിട്ട് ഇംഗ്ലീഷ് മീഡിയം ICSയും CBSE പഠിച്ച് പാസ്സായ കുട്ടികളുടെ കൂടെ ഇരുന്ന് ടെസ്റ്റ് എഴുതി ജോലി കിട്ടാതെ വരുന്ന സമയത്ത് ഇവർ ഇത്രയും പഠിപ്പിച്ച മാതാപിതാക്കൾ നാളെ ചുമച്ചിരിക്കും വീട്ടിൽ ഗുളിക പോലും വാങ്ങാൻ നിവർത്തിയില്ലാതെ. അപ്പൊ അവര് പറയും എല്ലാവരെയും പഠിപ്പിച്ചു, ഞാനും പഠിപ്പിച്ചു എന്റെ മക്കളെ, എനിക്ക് ഒരു ഗുണവും ഉണ്ടായില്ല. ആ മക്കൾക്കൊന്ന് കരയാനല്ലാതെ ഒരു മാർഗവും ഉണ്ടാവില്ല. നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ആഴത്തിലുള്ള പഠനങ്ങൾ ആവശ്യമാണ്. നമ്മൾ ആൾക്കാർ എത്ര ശതമാനം കൂലിപ്പണി ചെയ്യുന്നു, എത്ര പേർക്കാണ് ജോലിയുള്ളത്? ഇതൊന്നും മനസ്സിലാക്കാതെ പഠിക്കാതെ നമ്മൾ വിശാലമായ ചർച്ചയിൽ മാത്രം പോയിട്ട് കാര്യമില്ല. വി ഹാവ് ടു നമ്മൾ താഴ്ത്തട്ടിലേക്ക് പോകണം. അവിടെയാണ് നമ്മൾ പറയേണ്ടത് പഠനങ്ങൾ ആവശ്യമായിരിക്കുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് മാത്രമുള്ള പഠനമല്ല, കേന്ദ്ര ഗവൺമെന്റുകളും സംസ്ഥാന ഗവൺമെന്റും പഠിക്കുന്നതിലേക്ക് വേണ്ടി നാം റിപ്രസന്റേഷൻ കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് കീപ്പ് ഓൺ റൈറ്റ് ആൻഡ് കീപ്പ് ഓൺ സെൻഡ് ഇറ്റ്, എഴുതുകയും അയക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമ്മളെ പോലെയുള്ള സംഘടനകൾക്കും നമ്മുടെ ഇടയിൽ 10% ജോലി കിട്ടിയ ബുദ്ധിജീവികളും കോൺട്രാക്ടറും അല്ലെങ്കിൽ പിന്നീട് സമ്പന്നം എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ട് ഈ സമൂഹം വല്ല നേട്ടം ഉണ്ടാവത്തുള്ളൂ. നേരത്തെ പറയുന്ന പോലെ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട്, അവന്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, അവന്റെ മക്കളെ കാര്യം. പക്ഷെ ഒരു കാര്യം മറക്കുന്നില്ല, 1991 ശേഷം ഇവിടെ തൊഴിൽ നിരോധനമാണ്. ഇതുപോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം, നമ്മൾ സംസാരിക്കണം, നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്യണം, അവർക്ക് വേണ്ടി എഴുതണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് എഴുതണം, അത് അയച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു അജിറ്റേഷനിലേക്ക് വേണ്ടി പോയാൽ മാത്രമേ അത് ഇന്റലക്ച്വൽ മൂവ്മെന്റ് എന്ന് പറയൂ. അതിനെ ഒരു ഇന്റലക്ച്വൽ മൂവ്മെന്റ്, ഒരു ലിറ്റററി മൂവ്മെന്റ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ.